പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈ തിരുമണിക്കൂർ സമയം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇത്രമാത്രം സ്നേഹത്തോടെ, ഇത്രമാത്രം കാരുണ്യത്തോടെ നമ്മളെ കരുതലോടെ കാത്തുപരിപാലിക്കുന്ന നല്ല ദൈവം കുർബാനയായി നമ്മുടെ കൂടെയായിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനാഥനായ ഈശോയെ, കാൽവരിയിൽ അവസാനത്തുള്ള രക്തം പോലും ഞങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് നീ ചിന്തി. നീ സഹിച്ച വേദനകളും നീ ചിന്തിയ രക്തവും കർത്താവേ, നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ വേണ്ടിയുള്ളത്. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈശോ അരുളി ചെയ്യുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വീണ്ടും 26-ാമത്തെ വചനഭാഗത്ത് ഈശോ പറയുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അവരാഗ്രഹിക്കുന്നത് പോലെ സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു തെറ്റായ ചിന്താഗതിയാണ്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം, എന്തിനാണ് ആവശ്യമില്ലാതെ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നത്? ഭോഷനായ വ്യക്തിയെക്കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ വന്ന് എല്ലാം കർത്താവ് പറയുന്ന ഉപമയിൽ, ഞാൻ എനിക്ക് വേണ്ടി എല്ലാം സ്വന്തമാക്കി ഞാൻ ധാന്യങ്ങളെല്ലാം അറപ്പുരയിൽ ശേഖരിക്കും, ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം തിന്നു കുടിച്ച് ആസ്വദിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ആ ഒരു ഉപമയിൽ, ധനികനായ ഭോഷനായ വ്യക്തിയുടെ ഉപമയിൽ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. അവിടെയൊക്കെ അവനെ ഈശോ വിളിക്കുന്നത് ഭോഷൻ എന്ന പേരിലാണ്. പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ എൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ആത്മീയ ജീവിതം.
ആത്മാവിനെ നഷ്ടമാക്കുന്ന രീതിയിലുള്ള ജീവിതശൈലികൾ നമ്മൾ പാടെ ഉപേക്ഷിക്കണം. കാരണം നമ്മൾ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും നേടിയെടുത്തെങ്കിലും ആത്മാവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു അർത്ഥം പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണ് യേശു പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള കാര്യമാണ്, ഒത്തിരിയേറെ ആളുകൾക്ക് നമ്മുടെയൊക്കെ ഈ ഒരു ദൈവം ദാനമായിട്ട് നൽകിയ ഈ ജീവിതത്തെ അത്ര വലിയ ഒരു മതിപ്പൊന്നുമില്ലാതെ കൊണ്ടു നടക്കുന്നവരുണ്ട്. എപ്പോൾ നോക്കിയാലും എവിടെ ചെന്നാലും അവർക്ക് പരാതികളും പരിഭവങ്ങളും മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എന്നെ ആരും അങ്ങനെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബഹുമാനവും ആദരവും ഒന്നും കിട്ടുന്നില്ല, ആർക്കും എന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ പരാതികളിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പത്രോസ് ശ്ലീഹായുടെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു, യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമായി തീരട്ടെ. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം നമ്മളെ ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ജനതയായിട്ടാണ് നമ്മൾ ഉയർത്തുക. അവിടെ വിശുദ്ധവും ഒരു പുരോഹിത ജനമാക്കിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും മാറ്റുക. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ പഠിക്കുന്നതിനേക്കാളും ഉപരിയായി നമ്മുടെ ജീവിതത്തെ എത്ര മനോഹരമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട വലിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും കൈമോശം വന്നു പോകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ വീണ്ടും കൂടുതൽ ദൈവത്തിൻ്റെ ആ ഒരു ആഗ്രഹമനുസരിച്ച് രൂപപ്പെടുത്തുവാനായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. പലപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരാറുള്ള കാര്യം, ഞാൻ ഇത്രയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ്, ഞാൻ തിരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് എന്നെ സ്വീകരിക്കുമോ, കർത്താവ് എന്നോട് കരുണ കാണിക്കുമോ, കർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലും അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കർത്താവ് ഞങ്ങളെ സ്വീകരിക്കുമോ? അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് കർത്താവിന് മുമ്പിൽ പ്രവർത്തിക്കേണ്ടത്, എപ്രകാരമാണ് കർത്താവിന് മുമ്പിൽ വ്യാപരിക്കേണ്ടത്? ആ ഒരു ചിന്താഗതിയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവർക്കൊക്കെ മറുപടിയായിട്ട് മിക്ക പ്രവാചകൻ പറയുന്ന ഉത്തരം ഇതാണ്. 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മിക്ക പ്രവാചകൻ വഴി ദൈവത്തിൻ്റെ വലിയ പ്രവാചക ശബ്ദം ജനങ്ങളുടെ ഇടയിലെ അവരുടെ കാതുകളിലേക്ക് വന്നത് ഇപ്രകാരമായിരുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു വലിയ മാറ്റം, മാനസാന്തരം ഇതുതന്നെയാണ്. നീതിപൂർവം പെരുമാറുവാനും ദൈവത്തിൻ്റെ മനോഭാവത്താൽ നമ്മുടെ ജീവിതങ്ങളെ നിറച്ച് നീതിപൂർവ്വം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നേരിടുവാനും കരുണയോടെ നമുക്ക് ഇത്രമാത്രം ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമ്പോൾ കരുണയോടെ നമ്മുടെ ജീവിതങ്ങളെ പരിഗണിക്കുവാനും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കരുണയുടെ ആ ഒരു സ്പർശം ചൊരിയുവാനും വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും വിനീതരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വലിയ കൃപ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ഒത്തിരിയേറെ ബലഹീനതകളും പോരായ്മകളും വീഴ്ചകളുമൊക്കെ പറ്റിയവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതിനേക്കാളും ഉപരിയായി കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് വീണ്ടും വിശുദ്ധിയിൽ വളരാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ആത്മാവിൻ്റെ ആ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നവരാകാതെ ആത്മാവിൻ്റെ ആ ഒരു പൂർണ്ണത ലഭിക്കുന്ന
ദൈവത്തിനോട് ചേർന്ന് ആത്മാവിൻ്റെ പൂർണ്ണത ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടെ നമ്മുടെ ആത്മാക്കളെ നഷ്ടമാക്കുന്നതല്ല, ആത്മാക്കൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഈശോ നമ്മളോട് പറഞ്ഞു വെച്ച കാര്യമാണ്, നിങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നീ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക, നിൻ്റെ ആത്മാവിനെ ഞാൻ നോക്കിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ, ആ ഒരു വലിയ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ കരുണയാൽ നിറയ്ക്കണമേ, നിൻ്റെ കരുണയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ കർത്താവിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണമേ. ഗാഗുൽഥായിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയാൻ ഓരോ തുള്ളി രക്തത്തുള്ളികളുടെ യോഗ്യതയാലും ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബജീവിതത്തെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും നാളെക്കുറിച്ചുള്ള ആകുലതകളും പഠന മേഖലകളെയും എല്ലാം ദൈവകരങ്ങളെ സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകളെയും ജോലി മേഖലകളെയും, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ മേഖലകളിലെല്ലാം ദൈവത്തിന് അനുഗ്രഹം നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശാരീരികവും മാനസികവുമായ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവർ, പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാടിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കഷ്ടതകളുടെ നടുവിലും ദുരിതങ്ങളുടെ നടുവിലും കർത്താവെ, എൻ്റെ വലിയ സ്നേഹവും ആശ്വാസവും ലഭിക്കുവാനായിട്ട് കർത്താവെ അവർക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സുകളെ അങ്ങ് പ്രചോദിപ്പിക്കണമേ. അവരിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുക്കുവാനും നിൻ്റെ സ്നേഹത്തിൽ വ്യാപരിക്കുവാനും അതിജീവനത്തിൻ്റെ പാതയിൽ നിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവെ അവർക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രാഷ്ട്രങ്ങളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, നിൻ്റെ ശാന്തിയും സമാധാനവും കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൻ്റെ മേൽ നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നിൻ്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,